ഇന്നലെ ഞാൻ ടെറസിന്റെ മേലെയാണ് കിടന്നത്. അങ്ങനെ 2 AM ആയപ്പോ നല്ല പോലെ മഴ പെയ്തു. ഞാൻ അകത്തേക്ക് ഓടി. മഴ പെയ്താൽ പിറ്റേ ദിവസം നല്ല നല്ല പച്ചപ്പ് കാണാമെന്ന് പറഞ്ഞ് ഞാൻ വീടിന്റെ പുറത്തേക്ക് നിന്നു. അത് കഴിഞ്ഞ് വീടിന്റെ ചുറ്റും നടന്നു. അപ്പോ കണ്ട കാഴ്ചയെന്ന് തേങ്ങാച്ചകിരികൾ മഴ ആയതുകൊണ്ട് നാലാഭാഗം ചിതറിക്കിടക്കുന്നു. ടെറസിന്റെ മേലോട്ട് പോയപ്പോൾ അവിടെ മുഴുവൻ മഴവെള്ളവും കെട്ടിക്കിടക്കുന്നു. ശേഷം വേഗം പോയി ഒരു ചൂല് കൊണ്ടുവന്നു. അങ്ങനെ മഴവെള്ളത്തെ നല്ല പോലെ ചൂല് വെച്ച് അടിച്ചു. വീട്ടില് നല്ല ഒരു ഫാൻ ഉണ്ടെങ്കിലും ആ ഫാനില് കാറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ പെയ്ത മഴയിൽ ഞാൻ സന്തോഷവാനാണ്. ശേഷം തേങ്ങാച്ചകിരികളുടെ അടുത്തേക്ക് വന്നു. ചിതറിക്കിടക്കുന്ന തേങ്ങാച്ചകിരികളെ ഓരോന്നോരോന്നായി അടുക്കി വെച്ചു. ശേഷം പഴകിയ ചൂലെടുത്ത് അവിടെ മുഴുവൻ നല്ല പോലെ അടിച്ചുവാരി. അങ്ങനെ ആ ഒരു ഭാഗം നല്ല പോലെ വൃത്തിയാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല പോലെ ക്ഷീണിതനായി. അങ്ങനെ നല്ല പോലെ തേച്ചു അരച്ച് കുളിച്ചു വന്നു. അങ്ങനെ വിശന്നപ്പോൾ രാവിലത്തെ ഭക്ഷണമായ സോയാബീനും ചോറും നല്ല പോലെ കൂട്ടിക്കുഴച്ച് തിന്നു. എനിക്ക് സോയാബീന് ഭയങ്കര ഇഷ്ടമാണ്. സോയാബീൻ ഉണ്ടെങ്കിൽ നല്ല പോലെ ഭക്ഷണം കഴിക്കും. അല്ലെങ്കിലും ഞാൻ നല്ല പോലെ ഭക്ഷണം കഴിക്കും. വെറുതെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു ഒന്ന് കിടന്നുറങ്ങി. ശേഷം ഇടനേരത്ത് എണീച്ചു. വയറ് വിശന്നു. അപ്പോ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ നോക്കി. ഗ്യാസ് ഉണ്ടെങ്കിലും എനിക്ക് ഗ്യാസ് കത്തിക്കാൻ അറിയില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം. അങ്ങനെ അടുപ്പത്ത് ഒരു വാൽപാത്രം വെച്ചു. അങ്ങനെ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞു. അതിന്റെ കൂടെ കഴിക്കാൻ ചപ്പാത്തിയും ഉണ്ടായിരുന്നു. അത് റോള് പോലെ ആക്കി കഴിച്ചു.